നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. തൻ്റെ കരിയറിൽ ഏറ്റവും അധികം ഫൗളുകൾ നേരിടേണ്ടി വന്ന താരങ്ങളിൽ ഒരാളാണ് നെയ്മർ ജൂനിയർ. മാന്ത്രിക നീക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എതിരാളികൾക്ക് തടയാൻ മറ്റു മാർഗമില്ലാതെ അവർ ചവിട്ടി വീഴ്ത്തും. പക്ഷെ ആ ചവിട്ടി വീഴ്ത്തലിൻ്റെ തോത് വർദ്ധിച്ചു വരുന്നു. എന്താണ് അതിൻ്റെ ഉദ്ദേശം? യൂറോപ്പിൽ നമ്മൾ അങ്ങനെ ചവിട്ടി വീഴ്ത്തലുകൾ കണ്ടു. പരിക്കിൻ്റെ പിടിയിലായി നെയ്മർ ജൂനിയർ. അത് കഴിഞ്ഞപ്പോൾ സ്വന്തം നാട്ടിൽ മടങ്ങി എത്തിയിട്ടും ഒരു കുറവുമില്ല. എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? അടുത്ത വേൾഡ് കപ്പിന് നെയ്മർ കളിക്കരുതെന്നാണോ? പരിക്ക് പറ്റിക്കണമെന്നാണോ? അത്തരത്തിലൊന്നുമില്ല. മറിച്ച് അദ്ദേഹത്തിൻ്റെ നീക്കങ്ങളെ അവർ ഭയക്കുന്നു. നിരന്തരം അദ്ദേഹത്തെ ഫൗൾ ചെയ്ത് വീഴ്ത്തുന്നു. അതാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ ബ്രസീൽ ഹീറോ സിരിയയിലെ ഫൗളുകളുടെ ആവറേജ് ഫൗളുകൾ റിസീവ് ചെയ്ത താരങ്ങളുടെ ലിസ്റ്റ് ഗ്ലോബ് പുറത്തുവിടുന്നു. കഴിഞ്ഞ വർഷത്തെ കണക്കുമുണ്ട്. രണ്ടും കൂടി നോക്കുമ്പോൾ നെയ്മർക്ക് നേരെ വരുന്ന ഫൗളുകളുടെ എണ്ണം വലിയ രൂപത്തിൽ വർദ്ധിക്കുന്നു എന്നുള്ളത് സുവ്യക്തമാണ്. ഈ സീസണിൽ ബ്രസീൽ ഹീറോ സിരിയയിലെ ആവറേജ് ഒരു ഗെയിമിൽ ഏറ്റവും അധികം ഫൗളുകൾ നേരിടേണ്ടി വന്നത് നെയ്മർ ജൂനിയർക്കാണ്. 4.4 ഫൗൾസ് പെർ ഗെയിം എന്നുള്ളതാണ്. അതേസമയം മാത്യൂസ് പെരീര രണ്ടാമത് ക്രുസേറോയുടെ താരം 4.2 ഫൗൾസ് പെർ ഗെയിമാണ്. പിന്നെ വിവേഡസിന് 3.73 ഫൗൾസ് പെർ ഗെയിം. മാത്യൂസ് ബീഡു കൊറിന്ത്യൻസിൻ്റെ താരം 3.13 ഫൗൾസ് പെർ ഗെയിം. അതുപോലെ കവൻ ബാഡോസ് വാസ്കോയുടെ താരം 3.11 ഫൗൾസ് പെർ ഗെയിം. വിക്ടർ റോക്കിന് 3 ഫൗൾസ് പെർ ഗെയിമാണ് ഈ ഒരു സീസണിൽ ഇതുവരെ കിട്ടിയിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ സീസണിലെ കണക്ക് നോക്കിയാൽ 2025 സീസണിലെ കണക്ക് നോക്കിയാൽ നെയ്മർ തന്നെയാണ് ഏറ്റവും അധികം ഫൗളിന് വിധേയനായിട്ടുള്ളത്, ഫൗൾ ചെയ്യപ്പെട്ടത്. അദ്ദേഹത്തിന് ലഭിച്ച ആവറേജ് ഫൗളുകൾ പെർ ഗെയിം 3.4 ആയിരുന്നു. ഈ സീസണിൽ അത് വർദ്ധിച്ച് 4.4 ആയി. മാത്യൂസ് പെരീരയ്ക്ക് കഴിഞ്ഞ സീസണിൽ ലഭിച്ചത് 3.26 ഫൗൾസ് പെർ ഗെയിമാണ്. ഈ സീസണിൽ 4.2 ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഏതായാലും നെയ്മറെ ചവിട്ടി വീഴ്ത്തുന്നത് തുടരുകയാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.